ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളാണ് നവ്യ നായർ എന്ന വിശ്വാസം നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷം മലയാളിയുടെ മനസ്സിൽ ഉറച്ചതാണ്. അത്രയധികം ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചാണ് താൻ ആ സിനിമ ചെയ്തതെന്ന് പല ആവർത്തി നവ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിച്ച പല സന്ദർഭങ്ങളും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായി നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും ഇന്നലെ മാർച്ച് 17 ഗുരുവായൂർ അമ്പലത്തിൽ നവ്യ നായരുടെ ഭരതനാട്യ കച്ചേരി ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ആ ഭക്തിയിൽ മുഴുകി നവ്യ ചുവടുകൾ വച്ചപ്പോൾ അത് കാഴ്ചക്കാർക്കും അനുഭവപ്പെട്ടു. ആ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്ന പാട്ടിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നവ്യയുടെ ചുവടുകൾ. അവസാനം കൃഷ്ണനെ വിളിക്കുമ്പോൾ വിതുമ്പിക്കരിഞ്ഞ നവ്യയെയും കാണാം. നൃത്തം മുഴമിപ്പിച്ച് നവ്യ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു അമ്മുമ്മ വേദിയുടെ അടുത്തേക്ക് എത്തുകയും നവ്യയെ ആശ്വസിപ്പിക്കുകയും കയ്യിൽ ചുംബിക്കുകയുമൊക്കെ ചെയ്യുന്നതായുള്ള വീഡിയോകളും വൈറലാവുന്നുണ്ട്. വല്ലാത്തൊരു ആത്മീയ അനുഭവം നൽകുന്ന നൃത്തമായിരുന്നു നവ്യയുടേത് എന്ന് പ്രോഗ്രാം നേരിട്ട് കണ്ടിട്ടവർ കമൻറ്റ് ബോക്സിൽ പറയുന്നു. ആ അമ്മയ്ക്കുണ്ടായ അതേ അനുഭവം കാഴ്ചക്കാർക്കും ഉണ്ടായിരുന്നു. നവ്യയുടെ വിതുമ്പൽ കണ്ടു നിന്നവരും ഇമോഷണലാക്കി. അത്രയധികം ഗുരുവായൂരപ്പന് അനുഗ്രഹം ലഭിച്ച പെൺകുട്ടിയാണ് നവ്യ എന്നും ആരാധകർ. നന്ദന സിനിമയ്ക്ക് ശേഷം ഗുരുവായൂരപ്പനെ നേരിൽ കണ്ട ഒരു അനുഭവം ഒരു അഭിമുഖത്തിൽ നവ്യ വ്യക്തമാക്കിയിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ ഡാൻസ് ചെയ്യാനായി പോയിരിക്കുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങൾ ഇമോഷണലി ഞാൻ തകർന്നിരിക്കുകയായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു. എനിക്ക് മാത്രം എന്താണ് ഭഗവാനെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്തു, കളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മകനായി കൂടെ ഗുരുവായൂരപ്പന് നിന്ന് എനിക്ക് ഡാൻസ് ചെയ്യുന്നതായി തോന്നി. കുറേ നേരം ഞാൻ സ്വയം മറന്ന് ഡാൻസ് ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്ത അടവുകളോ ചുവടുകളോ ഒന്നുമായിരുന്നില്ല ഞാൻ അപ്പോൾ ചെയ്തിരുന്നത്. പൂർണ്ണമായും ഇംപ്രവൈസ് ആയിട്ടുള്ള പെർഫോമൻസ് അന്നവിടെ സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കയ്യടിയായിരുന്നു. ആളുകൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും കരയുകയുമൊക്കെ ചെയ്തു. അതിനുശേഷം അന്ന് നടന്ന ആ പ്രശ്നം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നവ്യ നായർ പറഞ്ഞത്.